ഇവിടുത്തെ ഒരു കണ്ടെക്സ്റ്റ് എപ്പോഴും ആ സറഗേറ്റ് ആയിട്ടുള്ള മദർ പ്രസവിച്ച് കഴിഞ്ഞതിന് ശേഷം ആ കുട്ടീനോടുള്ള ഒന്നും ഇടപെടാൻ പാടില്ല, അങ്ങനെയാണ്. പക്ഷെ നിയമപരമായിട്ട് അങ്ങനെയാണ് അതിൻ്റെ ഒരു സ്റ്റാൻഡ്. അതായത് ആ കുട്ടിക്ക് അഗൻസ്റ്റ് ആയിട്ട് ലീഗലി നോ റൈറ്റ്സ് ഓവർ ദ ചൈൽഡ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ലീഗൽ വശം. പക്ഷേ ധാരാളം ആൾക്കാരുണ്ട് അവരുടെ സർഗേറ്റ് മദറിനെ റെഗുലറായിട്ട് കുട്ടീനെ കാണിക്കുക, അവരെ വീട്ടിലോട്ട് ക്ഷണിക്കുക, ഭക്ഷണം കൊടുക്കുക. ബിക്കോസ് വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അവർക്ക് ആ സർഗേറ്റ് മദറിനോട് ആ പാരന്റ്സിനും കുട്ടിയോടൊക്കെ തുറന്നു പറഞ്ഞ് അതിനോട് കൂടെ ജീവിക്കുന്ന ധാരാളം പേരുണ്ട്. അപ്പൊ അങ്ങനെ സോമനസ്സോടെ അവർക്ക് സന്തോഷപൂർവ്വമായിട്ട് അങ്ങനെ ജീവിക്കാൻ പറ്റുന്ന ലീഗലി ദർ ഇസ് എ ഡിഫറെന്റ് സ്റ്റോറി. അവർക്ക് അങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ മറുപടി ഇപ്പോഴാണ് വന്നത്. ഞാൻ ഇതാണ് പ്രതീക്ഷിച്ചത്. അത് ഇക്കടന്ന് ഒച്ചപ്പാടല്ല. ഇതാണ് സാറ് പറഞ്ഞു, ഡോക്ടർ പറഞ്ഞാണ് ഉത്തരം. അത് ഉണ്ടാകണം, അത് നിയമപരമായി കൂടി അനുവദനീയമാക്കണമെന്ന് സ്ത്രീകൾ എന്നുള്ള നിലയിൽ ഇവർ ഒരു സ്ത്രീയുടെ ജന്മം നൽകിയ സ്ത്രീയുടെ അവകാശത്തിന് വേണ്ടി അതുകൂടി അനുവദിച്ചു കൊടുക്കണമെന്നല്ലേ ഇവർ പറയേണ്ടത്. ഒരു സെക്കൻഡ്, ഗൗതം കൃഷ്ണ പറയുന്നു. ഗൗതം, യഥാർത്ഥത്തില് ഈ ഇങ്ങനെ ഗർഭപാത്രം നമ്മൾ ഇന്റർപ്രിറ്റേഷൻ ചെയ്യുന്ന രീതിയിൽ ഈ വാടകയ്ക്ക് കൊടുക്കുന്ന അമ്മയും ഈ മറ്റുള്ള ഈ ഭർത്താവും ഭാര്യയും തമ്മിൽ കാണരുത് എന്ന് നിയമം അനുശാസിക്കുന്നതിന്റെ പിന്നിലെ ധാർമ്മികത എന്താണ്? നമുക്ക് ആകെ ഇതിനകത്ത് ചിന്തിക്കേണ്ടത് ഇത് ആരുടെ കുട്ടിയാണെന്നുള്ള ചോദ്യമാണ്. അതായത് ഇത് ഇന്റൻഡിങ് കപ്പിൾ അല്ലെങ്കിൽ ഇന്റൻഡിങ് വുമൺ അവരുടെ സ്പേം അല്ലെങ്കിൽ ഓവം എടുത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു കുട്ടിയാണ്. അവരുടെ സ്വന്തം ജനറ്റിക്കൽ ചൈൽഡാണിത്. ജന്മം കൊടുക്കുന്നത് വേറൊരു സ്ത്രീയാണെന്നുള്ളത് മാത്രം, അത് സത്യാവസ്ഥയാണ്. ആ സ്ത്രീ ഈ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുമ്പോൾ, ഈ ഒരു എഗ്രിമെന്റിൽ എൻ്റർ ചെയ്യുമ്പോൾ ആദ്യമേ തന്നെ സമ്മതിച്ചിട്ടുണ്ട് ഈ കുട്ടിയായിട്ട് യാതൊരു അവകാശവും ഉണ്ടാകില്ല, എനിക്ക് യാതൊരു അവകാശവും ഇല്ല എന്നുള്ളത് സമ്മതിച്ച് സോമനസാലെ പരോപകാരപരമായിട്ടാണ് വരുന്നത്. അതിലുള്ള കാര്യം ഈ ഇന്റന്റിങ് കപ്പിളിന്റെ ഡിസ്ക്രിപ്ഷൻ ആണത്. അതായത് സറോഗേറ്റ് മദറുമായിട്ട് കാണണോ കാണണ്ടേ എന്നുള്ളത് ചിലർക്ക് ആ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല ഫോർ ദർ പേഴ്സണൽ ചോയ്സ്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ആ ചോയ്സ് കൊടുക്കുക. അല്ല സറോഗേറ്റ് മദറിനെ വിസിറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ജസ്റ്റ് വാണ്ടഡ് ടു കണ്ടിന്യൂ ദാറ്റ് റിലേഷൻ, അങ്ങനെയുള്ളവർക്ക് അതിന്റെ ഇത് കൊടുക്കണം. പിന്നെ നിഷേധിച്ചാൽ അവർക്ക് അവകാശം നൽകുമോ? നിഷേധിച്ചാൽ സറോഗേറ്റ് കാണാൻ പറ്റത്തില്ല നിഷേധിച്ചാൽ അവര് നിഷേധിച്ചാൽ അനുവാദം കൊടുക്കുമോ? അതായത് ഇന്റൻഡിങ് കപ്പിൾ നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ നിയമപരമായിട്ട് അതിന്റെ അവകാശം സറോഗേറ്റ് മദറിനില്ല. പിന്നെ നമ്മൾ ഈ സറോഗേറ്റ് മദറിനെ സെലക്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് അവരുടെ ഫിസിക്കൽ അസസ്മെന്റ് മാത്രമല്ല, തറവായിട്ടുള്ള ഒരു മെന്റൽ സ്ക്രീനിങ് നടത്തുന്നുണ്ട്, മെന്റൽ ഹെൽത്ത് അസസ്മെന്റ് നടത്തുന്നുണ്ട്. അതുപോലെ ഡ്യൂറിങ് ദ പ്രഗ്നൻസി, ആഫ്റ്റർ പ്രഗ്നൻസി എല്ലാം ഇവരുടെ മെന്റൽ ഹെൽത്തും ആവശ്യമുള്ള മെന്റൽ ഹെൽത്ത് സപ്പോർട്ടും കൊടുക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് ഇപ്പോൾ ഒരു ചെറിയ ഇമോഷണൽ ഇഷ്യൂസ് വരാം, ബിക്കോസ് കുട്ടി 9 മാസം ചുമന്ന കുട്ടി കൂടെ ഇല്ല എന്നുള്ളത്. പക്ഷെ അതിനെ ഒരു നല്ല സ്കിൽഡ് ആയിട്ടുള്ള ഒരു കൗൺസിലറിന്റെയോ സൈക്യാട്രിസ്റ്റിന്റെ സപ്പോർട്ടോട് കൂടി ആ വരുന്ന ഡിസ്കംഫർട്ട് അവർക്ക് മറികടക്കാനായിട്ട് പറ്റും.